പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് മിശിഹായിൽ സ്നേഹമുള്ള സഹോദരൻ. നോമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എല്ലാ വർഷവും ക്രൈസ്തവര്, വിശ്വാസികളായിട്ടുള്ള ക്രൈസ്തവര് നോമ്പ് ആചരിക്കാറ്. പഴയ നിയമ വായനകളുടെയും പുതിയ നിയമ വായനയുടെയൊക്കെ വെളിച്ചത്തില് നോമ്പ് അനുഷ്ഠിക്കുന്ന ജീവിത ശൈലികളുണ്ടായിരുന്നു. ഉപവാസത്തിന്റെ ദിനങ്ങള് മോശയെ പറ്റി പറയുന്നത്, മോശ സീനായി മലയിൽ വെച്ച് 40 ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു എന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴ് മോശയുടെ മുഖം വളരെയേറെ പ്രകാശിച്ചു. അതുകൊണ്ട് ആളുകൾക്ക് മോശയുടെ മുഖത്ത് നോക്കാനായിട്ട് കഴിഞ്ഞില്ല. അത്രമാത്രം പ്രസന്നമായിരുന്നു മോശയുടെ മുഖം. അത് കഴിഞ്ഞിട്ട് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. ദൈവം മോശയ്ക്ക് വഴിയായിട്ട് 10 കൽപ്പനകൾ നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ പഴയ നിയമത്തില് ഏലിയ പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. ഏലിയ പ്രവാചകൻ ഹോരേബ് മലയിൽ ചെന്ന് 40 ദിവസം ഉപവസിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈശോ മാമോദിസായ്ക്ക് ശേഷം 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥനയും ചെലവഴിച്ചു. ഈശോയ്ക്ക് ഉപവാസവും പ്രാർത്ഥനയും ഒന്നും ആവശ്യമില്ലെങ്കിലും അവിടുന്ന് ഈ പ്രവാചകന്മാരുടെയൊക്കെ മാതൃക പിൻചെന്നുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിനരാത്രങ്ങൾ ചിലവഴിച്ചു. പ്രാർത്ഥന ഉപവാസം വഴിയായിട്ട് മനുഷ്യന് ആത്മീയമായിട്ടുള്ള ശക്തി ലഭിക്കാം. ജീവിതത്തിൽ ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് ശീലിച്ചാല് ജീവിതത്തിന്റെ വലിയ വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ട് മനുഷ്യന് കഴിയും. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് മുതിർന്ന ആളുകൾക്ക് മാത്രമല്ല, കുട്ടികളെ അത് ശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ചെറിയ ചെറിയ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ വലിയ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയും. ഇത് ജീവിതത്തിന്റെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. മാമോദിസായ്ക്ക് ശേഷം ഈശോ പരീക്ഷിക്കപ്പെടുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തില് മോശയുടെ ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയാണ്, കർത്താവിൽ ആശ്രയിച്ച് പ്രലോഭനങ്ങളെ നേരിടുക. ജീവിതത്തിലെ വെല്ലുവിളികളും പ്രലോഭനങ്ങളും ഒക്കെ നേരിടേണ്ടത് പ്രാർത്ഥന വഴി ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചിട്ടാണെന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്. വരുന്ന ദുരിതങ്ങളെയെല്ലാം സ്വീകരിക്കുക. പ്രഭാഷകൻ പറയുകയാണ്, വരുന്ന ദുരിതങ്ങളെയെല്ലാം സ്വീകരിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദുരിതങ്ങൾ ജീവിതത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. രോഗവും കഷ്ടപ്പാടും ഒക്കെ മാനുഷികതയിൽ ഉൾച്ചേർന്നതാണ്. നമുക്കതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റുകയില്ല. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളില്, ഇല്ലായ്മയിലും വല്ലായ്മയിലും, രോഗാവസ്ഥയിലും പ്രതികൂല സാഹചര്യങ്ങളിലുമൊക്കെ മനുഷ്യൻ നിരാശനായി ശാന്തത വിട്ടുകൊണ്ട് പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ കർത്താവിങ്കലായിരിക്കണം. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന് വേണ്ട ഊർജവും ശക്തിയൊക്കെ കർത്താവ് നൽകും എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം നമ്മോട് പറയുക. എബ്രായർക്കുള്ള ലേഖനം 2:10 മുതലുള്ള വചനങ്ങളിൽ അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. അപ്പോൾ യേശു പീഡകൾ സഹിച്ചുകൊണ്ട് കടന്നുപോയി. അപ്പോൾ പീഡകൾ സഹിച്ച, ത്യാഗം ചെയ്ത, കുരിശിൽ മരിച്ച യേശുവിന്
പരീക്ഷിക്കപ്പെട്ട യേശുവിന് പരീക്ഷിക്കപ്പെടുന്നവരെ യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സഹായപ്പെടുത്തുകയും ചെയ്യുന്ന പരീക്ഷകളുടെ കടന്നുപോകലെ സഹായിക്കാനായിട്ട് പറ്റും എന്നാണ് ഇബ്രാഹിമുള്ള ലേഖനം സമർത്ഥിക്കുക. ഈ 3 പ്രലോഭനങ്ങള്. പ്രലോഭകൻ പിശാച് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഉപവസിച്ച് അങ്ങനെ 40 ദിവസം ഉപവസിച്ച് വിശപ്പോട് കൂടിയിരിക്കുന്ന അവസരത്തിലാണ് ആദ്യത്തെ പ്രലോഭനം. ദീപത്തിനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി മാറാനായിട്ട് പറയുക. ദീപത്തിനാണ് ഈ കല്ലിനോട് അപ്പമായി മാറാൻ പറയുക. അത് ഒരു പ്രക്രിയ എടുക്കുന്നതാണ്. കല്ല് അപ്പമായിട്ട് മാറണമെങ്കിൽ അത് പൊടിഞ്ഞ് മണ്ണാകണം. മണ്ണില് വളം ചേർത്ത് കൃഷിയൊക്കെ ചെയ്ത് ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്ത് അത് ഉണങ്ങി പൊടിച്ച് എന്നിട്ടാണ് അപ്പത്തിന്റെ പ്രക്രിയ നടക്കുന്നത്. അത് കുറെ സമയമെടുക്കും. പക്ഷെ ഇവിടെ പറയുന്നത് കല്ല് ഉടനെ അപ്പമാകാണ്. മനുഷ്യന് കൃഷി ചെയ്യണ്ടല്ലോ. എന്നും അപ്പം ലഭിച്ചു കഴിഞ്ഞാൽ യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശുവിനെ പിടിച്ച് രാജാവാക്കാനായിട്ട് ശ്രമിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. കാരണം എന്നും അപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു രാജാവ് വന്നാല് തങ്ങൾക്ക് അധ്വാനിക്കേണ്ടതില്ല, അധ്വാനിക്കാതെ വയറു നിറയ്ക്കാനായിട്ട് പറ്റും. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടൊരു ആവശ്യമാണ് ഭക്ഷണം ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. ഈ അപ്പം ലഭിച്ചത് കൊണ്ട് മാത്രം വിശപ്പടക്കാൻ പറ്റും. മനുഷ്യന്റെ പ്രശ്നങ്ങളൊന്നും തീരുകയില്ല. ആഹാരം മാത്രമല്ല, മനുഷ്യന് വേറെയും ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറുമ്പോഴാണ് മനുഷ്യന് സന്തോഷമായിട്ടിരിക്കാനായിട്ട് കഴിയുക. ഈ അപ്പം മനുഷ്യന്റെ സുഖജീവിതങ്ങള്, മനുഷ്യൻ അധ്വാനിക്കാതെ സുഖമായിട്ട് ജീവിതസുഖങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കണമെന്നാണ്. അത് പല വിധത്തിലാണ്. അവിശ്വസ്തതയുടെ രൂപത്തിൽ വരാം, ഇല്ലെങ്കിൽ അധാർമികമായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ മദ്യപാനം, ആസക്തി. ആരാണ് മദ്യപാനി ആസക്തിപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള മനസ്സില്ലെങ്കിൽ ആരാണ് മോചിക്കുക? മയക്കുമരുന്ന്. ഈ ദിവസങ്ങളൊക്കെ മയക്കുമരുന്നിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ദിവസം ചില്ലറക്കാരനൊന്നുമല്ല. 23 വയസ്സുള്ള പയ്യൻ 5 പേരെ കൊല്ലി ഒരാളെ വെട്ടുകയും ചെയ്തെങ്കിൽ ഇത് സാമ്പത്തിക ഞെരുക്കമൊന്നുമല്ല. ഞെരുക്കമുണ്ട്. സാമ്പത്തികം ഉണ്ടെങ്കിൽ ആ വയസ്സിൽ തള്ളയുടെ കഴുത്തിൽ ആഭരണം ഉണ്ടായിരുന്നു, അങ്ങ് കൂട്ടിച്ചെടുത്താൽ പോലെ. പണം വെച്ച് കഴിഞ്ഞാൽ തക്കാൻ ആവശ്യം നടക്കുന്നു. ഇവന്റെ കാമുകിയെ എന്തിനാണ് അവനെ കൊല്ലുന്നത്? വിളിച്ചു വരുത്തിയിട്ട് കല്യാണം കഴിച്ചിട്ട് പോലുമില്ല, പെൺകൊച്ചിനെ കൊല്ലേണ്ട കാര്യമുണ്ടോ? അപ്പൊ മയക്കുമരുന്നോ മദ്യമൊക്കെ വഴിയായിട്ട് അവന്റെ സുബോധം നഷ്ടപ്പെട്ടു. ഈ മയക്കുമരുന്ന് ചെന്ന് കഴിഞ്ഞാല് മൂല്യങ്ങളൊക്കെ മറന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് കൊലപാതകം ഒന്നല്ല. സാധാരണ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൂടി ഇത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 5 പേരെ കൊന്നു വേറെ ആളെ വെട്ടുകയും ചെയ്തു. ഇവരെ 3-4 പിള്ളേർ കൂടിയിട്ട് ഒരു കുട്ടിയെ അതികഠിനമായിട്ടും മർദ്ദിച്ച് ആ കൊച്ചു മരിച്ചു. അത് നമുക്ക് അവിടെയും കാണാം, ഈ മയക്കുമരുന്ന് കാണും. ഇതൊക്കെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലഭ്യത ഇല്ലാതിരിക്കുക. സ്കൂളുകൾ ഉണ്ടെങ്കിൽ, രക്ഷാകർതൃ സമിതിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്ത് ഇതൊന്നും ഇപ്പം നടക്കുന്നില്ലെന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത് രക്ഷിതാക്കളുടെ ചുമതലയാണ്. നമ്മുടെ പിള്ളേര് നല്ലതാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഏത് സമയത്ത് എപ്പോഴാണ് വഷളാകുന്നത് നമുക്കറിയാം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യം എങ്ങനെയാണ്? അത് പല വിധത്തില് ലഭിക്കും. അതുകൊണ്ട് നമ്മള് ദീവാസൂര്യത്തിലൊന്നും കഴിയേണ്ട നമ്മുടെ മക്കളെല്ലാം സുരക്ഷിതരാണെന്ന് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായൊരു
ഒരു അധ്യാപകന് കുട്ടിയുടെ മൊബൈൽ മേടിച്ചു വെച്ചു. ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ കണ്ടുള്ള പ്രധാന അധ്യാപകനാണ്. ഇവനൊരു മെലിഞ്ഞിരിക്കുന്ന ഒരു കോല് പോലിരിക്കുന്ന ഒരു പയ്യൻ പ്രധാനാധ്യാപകനെ വെല്ലുവിളിക്കുകയാണ്, താൻ പുറത്തേക്ക് വരെ കാണിച്ചു തരാമെന്ന്. അപ്പൊ അങ്ങനെയാ ആരോഗ്യമൊന്നുമില്ലാത്ത ഇരിക്കുന്ന പയ്യൻ എങ്ങനെയാണ് പ്രധാനാധ്യാപകനെ വെല്ലുവിളിക്കാനായിട്ട് കഴിയുക? അപ്പോൾ ആസക്തികള്, ഇത് മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്. പണ്ട് കാലത്ത് ഇത് ഉണ്ടായിരുന്നത് അതിനേക്കാളൊക്കെ വീര്യം കുറഞ്ഞ സാധനങ്ങളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, കഞ്ചാവൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് MDMA ഒക്കെയാണുള്ളത്. ഇതിൻ്റെ ഒരു തരിക്ക് 1000 രൂപ, 2 തരിക്ക് 2000. അത് സേവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഡിക്ഷൻ വരും എന്നുള്ളതാണ്. പിന്നെ അതില്ലാതെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. പിന്നെ അത് കിട്ടാൻ വേണ്ടി പെൺകുട്ടികൾ വരെയും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പണിയിലേക്ക് ഏർപ്പെടും, ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പലയിടത്തുനിന്നും വരുന്നുണ്ട്. അതിനെയൊന്നും ഉചിതമായ രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. എല്ലായിടത്തും സുലഭമാണ്. രണ്ടാമതായിട്ട് യേശു ഉയർന്ന മലയിലേക്ക്, സാത്താൻ യേശുവിനെ കൊണ്ടുപോകും ഉയർന്ന മലയിലേക്ക്. ഭൂമിയിലെ സകല രാജ്യങ്ങളും കാണിച്ചു കൊടുത്തു, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇവയില്ലാന്ന് എനിക്ക് തരാവുന്നതാണ്. ഈ രാജ്യങ്ങള്, സമ്പത്ത്, ഇതെല്ലാം ഈ പ്രമാണത്തിൽ പറഞ്ഞതിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ജീവിതത്തിൽ പ്രധാനമായ സ്ഥാനം മാമോനായിക്കോ പണത്തിനോ സുഖത്തിനോ കൊടുക്കാൻ പാടില്ല. ഹൃദയത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം ദൈവത്തിനുള്ളതാണ്. ഇത് മറന്നു കഴിഞ്ഞാൽ അതിന്റെ കുഴപ്പമുണ്ടാകും. പ്രധാനമായ സ്ഥാനം ദൈവത്തിനുള്ളതാണ്. ദൈവത്തെ മറന്നിട്ട് സൃഷ്ടവസ്തുക്കൾക്ക് ജീവിതത്തിലും ഹൃദയത്തിലും പ്രാമുഖ്യം കൊടുത്തു കഴിയുമ്പോൾ, ഒന്നാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പരാജയം ഉണ്ടാകുകയാണ്, അധപ്പതനം ഉണ്ടാകും. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, വേറൊന്നിനെ ആരാധിക്കാൻ പാടില്ല. അതാണ് ഒന്നാം പ്രമാണം പറയുന്നത്. മൂന്നാമതായിട്ട് ദേവാലയ ഗോപുരത്തിൽ നിർത്തി. ഈ ദൈവത്തിനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ ദൂതന്മാർ കൈകളിൽ നിന്നെ താങ്ങിക്കൊള്ളും. ഇത് സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. ഈ താഴേക്ക് ചാടാൻ പറഞ്ഞു എന്ന് വെച്ചാല് മാജിക്കുകൾ കാണിക്കുക, ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മാജിക്കുകൾ കാണിക്കുക എന്നുള്ളതാണ്. അത് താഴേക്ക് ചാടുക. ദൂതന്മാർ കുഴപ്പമില്ലാതെ കൈകളിൽ താങ്ങിക്കൊള്ളും. വചനത്തിൽ തന്നെ യേശു മറുപടി പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. അപ്പോൾ ചെൽപ്പടി വിദ്യകൾ കാണിച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കാനായിട്ടുള്ള താല്പര്യങ്ങള്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ യേശു കാരുണ്യ പ്രവർത്തികളോ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചത് ഇത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും സുഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. യേശു പറഞ്ഞൊരു കാര്യം കൊണ്ട് നിങ്ങളിതാരോടും പറയരുതെന്ന്. അതിന്റെ അടിസ്ഥാന കാരണം യേശു പ്രശസ്തിയോ പ്രൗഢിയോ ഒന്നും ആഗ്രഹിച്ചില്ല, പരസ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചില്ല. ഇന്ന് പരസ്യത്തിന്റെ കാലമാണ്, എവിടെ ചെന്നാലും പരസ്യം. യഥാർത്ഥ ഉപവാസം എന്താണ് യേശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. 58 അധ്യായത്തിൽ 1-20 പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥ ഉപവാസം? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കാനാണ് പറയുന്നത്. മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളിലും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. മനുഷ്യ ജീവിതത്തില്
ദുഷ്ടതകള്, തിന്മകള്, പ്രമാണ ലംഘനങ്ങളൊക്കെ ഉണ്ട്. അത് തിന്മ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിന്മ ഒത്തിരി ആളുകളിൽ തിന്മയുടെ ആധിപത്യമുണ്ട്. എന്തുകൊണ്ടായി കുടുംബങ്ങളിലൊക്കെ ഒത്തിരി കലഹങ്ങള്, ഒത്തിരി കുടുംബങ്ങളെ അടുത്ത് മനസ്സിലാക്കുമ്പോൾ ആദ്യകാലത്ത് മര്യാദയാണ്. ചിലർക്ക് പ്രായമായി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കണ്ടു വഴക്ക്, ഒരു ജീവിതമല്ലേ ഉള്ളത്, എന്തിനാ ഈ കലഹിച്ചൊക്കെ നരകാക്കി മാറ്റുന്നത്? മര്യാദയ്ക്ക് വർത്തമാനം പറയുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാമല്ലോ. ഒത്തിരി കുടുംബങ്ങൾ ഒന്നും രണ്ടൊന്നുമല്ല. അത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കാനില്ല. ആ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്ര മനോഹരമാകും. നമ്മൾക്ക് ബുദ്ധി കുറവുള്ളത് കൊണ്ടായി എന്തിനായി കലമുണ്ടാക്കിയിട്ട് എന്താ കിട്ടുന്നത്? ജീവിതം എന്ന് പറയുന്നത് 10, 90, 100 ഒക്കെ, അതിൽ കുറെ കാലമൊക്കെ അസുഖമായി വാർത്തയിലെത്തി കഴിയുമ്പോൾ രോഗമാണ്, രണ്ടുപേർക്ക് ഇതാണ് കാരണം. അതിൽ പിന്നെയും കലകവും കുത്തുവാക്കും വഴക്കും എന്തെല്ലാം കച്ചറകളാണ്. എത്ര കുടുംബത്തിൽ അശാന്തിയുള്ളത്. അതുകൊണ്ട് ദുഷ്ടതയുടെ ഇങ്ങനെയുള്ള അശാന്തിയുടെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും നല്ലത് പറയാനും സ്നേഹിക്കാനും ഒന്നിച്ചു കഴിയാനും ദമ്പതികൾക്ക് കഴിയണം. ഇത് പ്രായമായക്കാലം ചെറുപ്പത്തിലും കഴിയണം. ചെറുപ്പത്തിൽ കഴിയാനിട്ടാണ് കെട്ടിക്കഴിഞ്ഞിട്ട് 1 മാസവും 1 കൊല്ലമൊക്കെ കഴിയുമ്പോൾ തല്ലിപ്പൊളിയുന്നത്. ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. ആഡംബരത്തോടു കൂടി പണമൊക്കെ കടം മേടിച്ച് 5-10 ലക്ഷം രൂപയൊക്കെ ചിലവാക്കി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പൊളിക്കുക. കാരണം കാണാനായിട്ട് പറ്റും. എന്തെല്ലാം കാരണങ്ങൾ കാണും. മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന് അവന്റെ പരിമിതികളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ മനുഷ്യരില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യുക, ക്രമീകരിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക, വിട്ടുവീഴ്ച. അല്ലാതെ രണ്ടുപേർക്ക് എങ്ങനെയാ ഒന്നിച്ച് ജീവിക്കാൻ കഴിയും? കടകം, മദ്യം, മയക്കുമരുന്ന്, സുഖലൂര്, ചിലർ കുടി കഴിഞ്ഞിട്ടാ വന്നിട്ട് ആഘോഷം എല്ലാം കൂടെ. മദ്യത്തിന്റെ ലഹരി, ചിലർക്ക് സംശയരോഗം, കുത്തുവാക്കൾ പറയുക. പണ്ടൊരു പെൺകുട്ടിയോട് പറഞ്ഞു ഓർമ്മിക്കുക, അവിടെ കല്യാണം കഴിച്ചു. ചെറുക്കന് ഭയങ്കര സ്നേഹം, നടന്നു പോകുമ്പോൾ തോളത്ത് കൈയൊട്ടിക്കൊണ്ടാ പോകുന്നത്. പിന്നെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ചെറുക്കൻ ഇവിടെ നോക്കിയപ്പോൾ എന്താ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ തല്ല. ചെറുക്കൻ നോക്കിയത് ഇവിടെ എന്താ ചെയ്യുന്നത്? അല്ലെ പിന്നെ മൂടുപടം ഇട്ടുകൊണ്ട് കൊണ്ടുപോകണം. ഇവിടെ ഒരു നേഴ്സാണ്. ആശുപത്രിയിലും ഗവേഷണം നടത്താനായിട്ട് ചെല്ലും. അത് കഴിഞ്ഞ് ഒരു ദിവസം അതിക്രൂരമായിട്ട് മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കിട്ടിയ ഒരു ഓട്ടോയിൽ കയറി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വീട്ടിലേക്ക് പിന്നെ അതിലേക്ക് പോയിട്ടില്ല. പിന്നെ ഡൈവോഴ്സിലെത്തി. എൻ്റെ ജീവിത രീതി സംശയരോഗവും മർദ്ദനം ഇങ്ങനെയൊക്കെ ചില കേസുകളുണ്ട്. അവിടെ വീണ്ടും ഡൈവോഴ്സ് ഒക്കെ വാങ്ങി സഭയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് വീണ്ടും കെട്ടിച്ചു കൊടുക്കും. ഇത് കുറേ രാജ്യത്തെ കൂടി കൊടുക്കും. ഇനി ക്രിസ്തുവിലുള്ള നവജീവിതത്തെ പറ്റി പറയുകയാണ്. എഫെസ്യൻസിലുള്ള ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാല് കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. എങ്ങനെയുള്ള പഴയ മനുഷ്യനാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. എങ്ങനെയാ നവീകരിക്കുന്നത്? മനസ്സിന്റെ ചൈതന്യത്തില്, നന്മയില്, ഹൃദയവിശുദ്ധിയില്, തിരുത്തലില്, അനുരഞ്ജനത്തിൽ. എങ്ങനെയാണ് നവീകരണം നടക്കേണ്ടത്? യഥാർത്ഥമായ വിശുദ്ധിയും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പഴയ ക്ലാസ് പറഞ്ഞ് ഉരിഞ്ഞു കളയാനാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാനാണ് ഒലിവിരുന്നെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അതാണ് വായുമ്പോൾ നമ്മൾ നടക്കേണ്ടത്. നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മനോഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ കുടുംബത്തിലെ പ്രവർത്തനങ്ങളിലും ഒക്കെ വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് എല്ലാവർക്കും
സന്തോഷമായിരിക്കാനായിട്ട്, സമാധാനമായിട്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ നോയമ്പ് കാലം ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന് ഉപവസിക്കുക, രണ്ട് മാംസവർജനം. മാംസം വേണ്ടെന്ന് വെക്കുക, ഇറച്ചി ഒരു 40 അല്ലെങ്കിൽ 50-30 ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അത് മക്കൾക്കും പ്രധാനപ്പെട്ട മാതൃകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പലതിനോടും വേണ്ടെന്ന് വെക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ എല്ലാം സ്വീകരിക്കും. മയക്കുമരുന്ന് കിട്ടിയാൽ അതും എല്ലാം അവർ പരീക്ഷിച്ചു നോക്കും. അപ്പോൾ ത്യാഗത്തിന്റെ ഒരു ജീവിതശൈലി കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് നമുക്കും അതുണ്ടായിരിക്കണം. നമ്മുടെ നല്ല മാതൃക കണ്ടാണ് അവർ പെരുമാറേണ്ടത്. പിന്നെ ഉപവാസം ശാരീരികാരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞു. ക്യാൻസറൊക്കെ വരാതിരിക്കാനായിട്ട് നല്ലതാണ്. ഇങ്ങനെ 24 മണിക്കൂർ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ഉപവസിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെല്ലുകളൊക്കെ നശിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഉപവാസം ആത്മീയമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണ്. നമുക്ക് മാത്രമല്ല, ഹൈന്ദവർ ഉപവസിക്കാറുണ്ട്. ശബരിമലയ്ക്കൊക്കെ ഉപവാസമൊക്കെ അവർക്കുണ്ട്. അവര് മാലയൊക്കെ അണിഞ്ഞ് കറുത്ത വസ്ത്രം അല്ലെങ്കിൽ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ 40 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒത്തിരി കഷ്ടതകൾ സഹിച്ച് കുംഭമേളയ്ക്ക് പോയിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളുണ്ട്. അവർക്ക് പുണ്യം പാപമോചനം ലഭിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട അകലങ്ങളിൽ നിന്നും വന്നിട്ട് അവിടെ സ്നാനം നടത്തുന്ന അവരുടെ വിശ്വാസം എങ്ങനെയാണ്. പിന്നെ റംസാൻ ആചരിക്കുന്ന മുസ്ലിങ്ങൾ അവരും പകൽ ആഹാരം കഴിക്കാതെ ഉപവസിക്കുന്നു. ഉപവാസം എല്ലാ മതങ്ങളിലും ത്യാഗത്തിന്റെ ജീവിതശൈലികൾ ഉപവാസമൊക്കെ എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. അതുകൊണ്ട് ഉപവാസം സ്വീകരിക്കാം. ദേവാലയത്തിൽ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക, വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. അതുപോലെ നമ്മുടെ സംസാരത്തിനും അതിരില്ലാത്ത പരിധിയില്ലാത്ത സംസാരത്തിനും തെറിപ്പാട്ടിനും ഒക്കെ കടിഞ്ഞാനിടുക, പരിധി വയ്ക്കുക. മറ്റുള്ളവരെ പറ്റി നല്ലത് പറയുക. ഒരു ദിവസം ഒരു 3 വർത്തമാനെങ്കിലും ഭാര്യയെ പറ്റി നല്ലത് പറയുക, ഭർത്താവിനെ പറ്റിയും പറയുക. ഇങ്ങനെ ജീവിതം ഒത്തിരി ഊഷ്മളമാകും. പ്രാർത്ഥിക്കുക പരസ്പരം. പിന്നെ നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ വ്യക്തിപരമായ ജീവിതവും സമൂഹ ജീവിതവും ഒക്കെ നന്മയിൽ നിറഞ്ഞ് ഏതായാലും കുറേ വർഷം ചിലർക്ക് കുഴഞ്ഞു വീഴുന്നുണ്ട്. ആരൊക്കെ കുഴഞ്ഞു വീഴുന്നെന്ന് അറിയത്തില്ല. 25-കാരും 35-കാരും 45-കാരും കുഴഞ്ഞു വീഴുന്ന കാലമാണ്. കുഴഞ്ഞു വീണാൽ പിന്നെ ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഉള്ള കാലം സൗഹൃദമായിട്ട് നമ്മുടെ കുടുംബത്തിലും മറ്റുള്ളവരോടൊക്കെ കൂട്ടായ്മയിലും നന്മയിലും സൗഹൃദത്തിലും സന്തോഷത്തിൽ ജീവിച്ച് ദൈവത്തിനും മനുഷ്യർക്കും നന്മയായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.